السلام عليكم ورحمة الله وبركاته. مختصر 19 بسم الله الحمد لله والصلاة والسلام على رسول الله وآله وصحابه. والفصاحة في المتكلم ملكة. മുത്തക്കല്ലിമിൽ ഉള്ള ഫസാഹത്ത് മലക്കത്തുൻ, അതൊരു മലക്കയാണ്. വഹിയ മലക്ക എന്ന് പറഞ്ഞാൽ കൈഫിയത്തുൻ റാസിഖത്തുൻ ഫിൻ നഫ്സി, നഫ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൈഫിയത്താണ്. വൽ കൈഫിയത്തു അറളുൻ, കൈഫിയത്ത് അറളാണ്, അതായത് ജൗഹറല്ല. അറള് എന്ന് പറയുമ്പോൾ മുത്തകല്ലിമീങ്ങളുടെ അടുക്കൽ ഹാദിസത്തായ മൗജൂദാത്ത് ആകെ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് ജൗഹറും ഒന്ന് അറളും. ശറഉൽ അഖായിദയിൽ പറഞ്ഞിട്ടുണ്ട്, ഫൽ ആലമു ബിജമീഇ അജ്സാഇഹി മുഹ്ദസുൻ. ആലം അതായത് മാസിവല്ലാഹി ആയ ആലം, അത് ബിജമീഇ അജ്സാഇഹി മുഹ്ദസുൻ. ഇത് ഹുവ ആലം അഅ്യാനുൻ വ അഅ്റാളുൻ, അഅ്യാനും അഅ്റാളും ഐനുകളും അറളുകളുമാണ്. ഫൽ അഅ്യാനു മാ ലഹു ഖിയാമുൻ ബിദാത്തിഹി, സ്വന്തം ദാത്തുകൊണ്ട് ഖിയാമുള്ളതാണ് ഐനുകൾ. അത് വഹുവ ഇമ്മാ മുറക്കബുൻ വഹുവൽ ജിസ്മു ഔ ഗൈറു മുറക്കബിൻ കൽ ജൗഹരി വഹുവൽ ജുസ്ഉൽ ലദീ ലാ യതജസ്സഉ വൽ അർളു മാ ലാ യഖൂം ബിദാത്തിഹി. സ്വന്തം ദാത്തുകൊണ്ട് അതിന് ഖിയാമില്ല, ബൽ ബിഗൈരിഹി, മറ്റൊന്നിൽ അത് കായിമാണ്. ലൗന് രീഹ് പോലെ ഉള്ള വസ്തുക്കൾ. ഹുക്കമാവ് ഈ അറളുകളെ 9 കിസ്മുകളാക്കിയിട്ടുണ്ട്. അത് കമ്മ്, കൈഫ്, ഇലാഫത്ത്, മത്ത, ഐന്, വലഅ്, മിൽക്ക്, ഫിഇല്, ഇൻഫിആല്, ഇങ്ങനെ 9 അറളുകളാണ് മുത്തക്കല്ലിമീങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഈ 9 അറളുകൾക്കും ജൗഹറിനെയും കൂട്ടി അവർ അൽ മക്കൂലാത്തുൽ അശറത്ത് എന്ന് പറയും, 10 മക്കൂലകൾ. എന്നിട്ട് ഈ ഹുക്കമാ ഈ മക്കൂലാത്തുൽ അശറത്തിനെ 2 കിസ്മാക്കിയിട്ടുണ്ട്, നിസബിയ്യത്ത്, വൈറ് നിസബിയ്യത്ത്. അതിൽ വൈറ് നിസബിയായ ഈ മക്കൂലകളാണ് ജൗഹറും കമ്മും കൈഫും. അപ്പോൾ അറളുകളുടെ കൂട്ടത്തിൽ കമ്മും കൈഫും എന്താണ്? വൈറ് നിസബിയ്യത്താണ്. അതുപോലെ ജൗഹറും വൈറ് നിസബിയ്യത്താണ്. ബാക്കിയുള്ള 7 അറളുകൾ നിസബിയ്യത്തുമാണ്. നിസബിയ്യത്ത് എന്താണ്? അതിനെ മനസ്സിലാക്കൽ മറ്റൊന്നിനെ മനസ്സിലാക്കലിന്റെ മേൽ ആശ്രയിക്കുന്നത് എന്നാണ് നിസബിയ്യത്ത് എന്ന് പറഞ്ഞാൽ. 7 അറളുകൾ നിസബിയ്യത്തും 2 അറളുകൾ വൈറ് നിസബിയ്യത്തും ജൗഹറും വൈറ് നിസബിയ്യത്താണ്. അത് മനസ്സിലാക്കാൻ മറ്റൊന്നിനെ മനസ്സിലാക്കലിന്റെ മേൽ തവക്കുഫല്ല. അതുകൊണ്ട് വൽ കൈഫിയ്യത്തു അറളുൻ ലാ യതവഖഫു തഅക്കുലുഹു അലാ തഅക്കുലിൽ ഗൈരി, അത് മനസ്സിലാവൽ ആശ്രയിക്കുകയില്ല മറ്റൊന്നിനെ മനസ്സിലാക്കലിന്റെ മേൽ. അങ്ങനെയുള്ള അറളാണ് കൈഫിയ്യത്ത് എന്ന് പറയുന്നത്. ആ കൈഫിയ്യത്താണ് മലക്ക. വലാ യഖ്തദിൽ ഖിസ്മത്ത വല്ലാ ഖിസ്മത്ത ഫീ മഹല്ലിഹി ഇഖ്തിലാഅൻ അവ്വലിയൻ. ഈ അറള് അത് കിസ്മത്തിനെയോ ലാ കിസ്മത്തിനെയോ ലാസിമാക്കുന്നതല്ല.
എന്ന് പറഞ്ഞാൽ അത് മുങ്കസിമും ആവാം ഓരോ മുങ്കസിമും ആവാം ഫി മഹല്ലിഹി, അത് അതിന്റെ മഹല്ലിലായ നിലയിൽ. കാരണം അറുതിന് ഒരു മഹല്ലിൽ, അതായത് ഒരു മൗലൂഇലെ അറുതുണ്ടാവുകയുള്ളൂ. അറുതിന് സ്വന്തം ദാത്ത് കൊണ്ട് ഖിയാമില്ല, മറ്റൊരു മഹല്ലിൽ അതല്ലെങ്കിൽ ഒരു മൗലൂഇലെ അത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അറുത് അതിന്റെ മഹല്ലിലായ നിലയിൽ കിസ്മത്തിനെയോ ലാ കിസ്മത്തിനെയോ ലാസിമാക്കുന്നതല്ല. ഇക്തിളാഅൻ അവലിയൻ, അവലിയായ ലാസിമാക്കൽ ലാസിമാക്കുകയില്ല. അറുനാണെന്ന നിലക്ക് അത് മുങ്കസിമാവലിനെയും ലാസിമാക്കുകയില്ല, അതായത് കിസ്മത്തിനെയും ലാസിമാക്കുകയില്ല, ലാ കിസ്മത്തിനെയും ലാസിമാക്കുകയില്ല. അത് മുങ്കസിമും ആവാം, അറുത് അതിന്റെ ദാത്തിലേക്ക് നോക്കുമ്പോൾ അത് മുങ്കസിമും ആവാം, വൈറു മുങ്കസിമും ആവാം, രണ്ടും ആവാം. ഫഖറജ ബി ഖൈദിൽ അവലി, ഒന്നാമത്തെ കൈത് കൊണ്ട് പുറപ്പെട്ടു. ഏതാണ്? തൈരീഫിൽ ഒന്നാമത്തെ കൈത് ലാ യതവഖഫു തഅക്കുലുഹു അലാ തഅക്കുലിൽ ഗൈരി എന്ന് പറഞ്ഞ കൈത് കൊണ്ട് പുറപ്പെട്ടു. അൽ അഇറാദു നിസബിയ്യത്തു, നിസബിയായ അറളുകൾ പുറപ്പെട്ടു. അതായത് മിസ്ലുൽ ഇളാഫത്തി വൽ ഫിഇലി വൽ ഇൻഫിആലി വനഹ്വി ദാലിക. ഇളാഫത്ത്, ഫിഇല്, ഇൻഫിആല്, അതുപോലത്തവ. അതേതൊക്കെയുണ്ട്? മത്ത, ഐന, വലഅ്, മിൽക്ക്, ഇങ്ങനെ 7 അറളുകളാണ് നിസബിയായ അറളുകൾ. അത് പുറപ്പെട്ടു. കാരണം നിസ്ബിയായ അർളുകളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ മറ്റൊന്നിനെ മനസ്സിലാക്കലിന്റെ മേൽ തവക്കുഫാണ്. ഒബിക്കൗലിന, നമ്മുടെ കൗല് കൊണ്ട് പുറപ്പെട്ടു. വലായിക്കത്തുൽ കിസ്മത്ത, അത് കിസ്മത്തിനെ ലാസിമാക്കുകയില്ല എന്ന കൈത് കൊണ്ട് പുറപ്പെട്ടു. അൽ കമ്മിയാത്തു, കമ്മുകൾ പുറപ്പെട്ടു, കമ്മിയത്തായ അർളുകൾ പുറപ്പെട്ടു. കാരണം അത് കിസ്മത്തിനെ ലാസിമാക്കുന്ന സാധനമാണ്, കിസ്മത്തിനെ സ്വീകരിക്കുന്ന സാധനമാണ് കമ്മ്. കമ്മ് അതിന്റെ ദാത്തിന് വേണ്ടി തന്നെ കിസ്മത്തിനെ ലാസിമാക്കും. അത് മുത്തസിലുമുണ്ട് മുൻഫസിലുമുണ്ട്. ഹത്ത്, സത്ത്ഹ്, ജിസ്മുത്ത ഇലിമിയ, ഇതെല്ലാം മുത്തസിലായ മിക്ദാറുകളാണ്. അത് കിസ്മത്തിനെ ലാസിമാക്കുന്നതാണ്. അതുപോലെ മുൻഫസിലുമുണ്ട്. കമ്മ് മുത്തസിലുമുണ്ട് മുൻഫസിലുമുണ്ട്. മഅദൂദിൽ ഖായിമായ കമ്മ്, സമാനിൽ ഖായിമായ കമ്മ്, ഇതെല്ലാം മുൻഫസിലുകളാണ്. അപ്പോ ഒബി കൗലിന വലായിക്കത്തുൽ കിസ്മത്ത, കിസ്മത്തിനെ ലാസിമാക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കമ്മിയാത്ത് പുറപ്പെട്ടു. കമ്മിയാത്ത് അത് അറളുകളാണ്. അത് കിസ്മത്തിനെ അതിന്റെ ധാത്തു കൊണ്ട് തന്നെ എന്താണ് ലാസിമാക്കുന്നതാണ്. അതേ സമയത്ത് മലക്ക എന്ന അറള് അത് കിസ്മത്തിനെയും ലാ കിസ്മത്തിനെയും ലാസിമാക്കുകയില്ല, രണ്ടും ആവാം. ഒബിക്കൗലിന വല്ലാ കിസ്മത്ത, ലാ കിസ്മത്തിനെ ലാസിമാക്കുകയില്ല എന്നതുകൊണ്ട് പുറപ്പെട്ടു. അന്നുക്കുത്തത്തു വൽ വഹിദത്തു, നുക്കുത്തത്തും വഹിദത്തും, ഒന്നാവൽ, അതുപോലെ നുക്കുത്ത, അത് ഇൻകിസാബിനെ സ്വീകരിക്കാത്ത സാധനങ്ങളാണ് നുക്കുത്തയും വഹിദത്തും. അതും പുറപ്പെട്ടു. കാരണം ഇത് കിസ്മത്തിനെയും ലാസിമാക്കുകയില്ല, ലാ കിസ്മത്തിനെയും ലാസിമാക്കുകയില്ല എന്നാണ്. കമ്മിയാത്തൊക്കെ കിസ്മത്തിനെ ലാസിമാക്കുന്നതാണ്, നുക്കുത്തയും വഹിദത്തൊക്കെ ലാ കിസ്മത്തിനെ ലാസിമാക്കുന്നതാണ്. അതെല്ലാം ഈ മലക്കയിൽ നിന്നെന്തായി പുറത്തുപോയി. പിന്നെ വഖൗലുന അവലിയൻ, അവലിയായ ലാസിമാക്കൽ ലാസിമാക്കുകയില്ല, അറള് അതിന്റെ ദാത്തിന്റെ നിലക്ക് കിസ്മത്തിനെയും ലാ കിസ്മത്തിനെയും ലാസിമാക്കുകയില്ല എന്ന് പറഞ്ഞത് ലിയദ്ഖുല ഫീഹി, തഅരീഫിൽ കടക്കാൻ വേണ്ടിയാണ്. മിസ്ലുൽ ഇൽമി ബിൽ മഅലൂമാത്തിൽ മുഖ്തദിയത്തി ലിൽ കിസ്മത്തി വല്ലാ കിസ്മത്തി, കിസ്മത്തിനെയും ലാ കിസ്മത്തിനെയും തേടുന്ന മഅലൂമാത്തുകളെ കുറിച്ചുള്ള ഇൽമു പുറപ്പെട്ടു.
കാരണം മഅലൂമാത്ത് മുൻകസിമാകുമ്പോൾ ഇൽമ് ബിൽ അർദ് മുൻകസിമാവും. അതുപോലെ തന്നെ മഅലൂമാത്ത് ഗൈറു മുൻകസിമാകുമ്പോഴോ ഇൽമു ബിൽ അർദ് ഗൈറു മുൻകസിമുമാവും. അതാണ് അവലിയൻ. സാനവിയൻ ആയിട്ട് എന്താവും? അത് കിസ്മത്തിനെയും ലാസിമാക്കും, ലാ കിസ്മത്തിനെയും ലാസിമാക്കും. അതിന്റെ സ്വന്തം താത്തിലേക്ക് നോക്കുമ്പോൾ കിസ്മത്തിനെയും ലാ കിസ്മത്തിനെയും ലാസിമാക്കുന്നതല്ല. സാനവിയായിട്ട് അതിന്റെ മുത്തഅല്ലക്കുകളിലേക്ക് നോക്കുമ്പോൾ മഅലൂമാത്തുകളെ കൊണ്ടുള്ള ഇൽമ്, ആ ഇൽമ് ഒരു മലക്കയാണ്. അപ്പോൾ ഈ മഅലൂമാത്തുകളുടെ കൂട്ടത്തിൽ കിസ്മത്തിനെ ലാസിമാക്കുന്നതുണ്ട്. ആ മഅലൂമാത്തുകളെ കൊണ്ടുള്ള ഇൽമ് എന്താവും? കിസ്മത്തിനെ ലാസിമാക്കും. അത് സാനവിയൻ ലാസിമാക്കലാണ്. ചില മഅലൂമാത്ത് ലാ കിസ്മത്തിനെ ലാസിമാക്കും. അപ്പോൾ ഇൽമും എന്തായി? ലാ കിസ്മത്തിനെ ലാസിമാക്കി. ഇൽമൊരു മലക്കയാണല്ലോ. അത് സാനവിയൻ ആയിട്ടാണ് ലാസിമാക്കുന്നത്, അവലിയൻ അല്ല. ഫഖൗലുഹു, അപ്പോൾ മുസന്നിഫിന്റെ കൗല് മലക്കത്തുൻ എന്ന കൗല് ഇഷ്ആറുൻ അറിയിക്കലാണ്, ബി അന്നഹു തീർച്ചയായും കാര്യം ആണ് എന്നതുകൊണ്ട് അറിയിക്കലാണ്. ലൗ ഉബ്ബിറ ഇബാറത്തിട്ടാൽ അനിൽ മഖ്സൂദി മഖ്സൂദിനെ തൊട്ട് ഇബാറത്തിട്ടാൽ ബി ലഫ്ദി ഫസീഹിൻ ഫസീഹായ ലഫ്ദ് കൊണ്ട് ഇബാറത്തിട്ടാൽ ലാ യുസമ്മ ആ ഇബാറത്തിട്ടവനിക്ക് പറയപ്പെടുകയില്ല ഫസീഹൻ ഫസീഹൻ എന്ന് പറയപ്പെടുകയില്ല. ഫിൽ ഇസ്തിലാഹി ഇസ്തിലാഹിൽ അത് കോപ്പി അടിച്ചതും ആവാം. മാലമ്യക്കും ധാലിക്ക ആ തഅ്ബീർ ആകാത്ത കാലത്തോളം റാസിഖൻ ഫീഹി അവനിൽ അത് ഉറച്ചതാകാത്ത കാലത്തോളം. അപ്പോൾ മലക്ക ഉണ്ടാവണം. അത് ഇബാറത്ത് അവനിൽ നിന്ന് ഉണ്ടാവട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. ഇബാറത്തിടാൻ കഴിവുള്ള ഒരു സിദ്ധി അവനിൽ ഉണ്ടായാൽ മതി. എന്നാൽ അവൻ ഫസീഹാവും. എങ്ങനെയുള്ള? യഖ്തദിറു ബിഹ അല്ലെങ്കിൽ യുഖ്തദിറു ബിഹ, ആ മലക്ക കൊണ്ട് സാധ്യമാവും. അല തഅ്ബീരി അനിൽ മഖ്സൂദി മഖ്സൂദിനെ തൊട്ട് ഇബാറത്തിടാൻ ആ മലക്ക കൊണ്ട് സാധ്യമാകും. ദൂന അൻ യഖൂല യുഅബ്ബിറു എന്ന് പറയലുകൂടാതെ, അല്ലെങ്കിൽ യുഅബ്ബറു ഇബാറത്ത് അല്ല യുഅബ്ബിറു ദൂന അൻ യഖൂല യുഅബ്ബിറു യഖ്തദിറു ബിഹ, അതുകൊണ്ട് സാധ്യമാകും. അല തഅ്ബീരി അനിൽ മഖ്സൂദി മഖ്സൂദിനെ തൊട്ട് ഇബാറത്തിടാൻ കഴിയും. ദൂന അൻ യഖൂല യുഅബ്ബിറു എന്ന് പറയലുകൂടാതെ. അതെന്താ? ഇഷ്ആറുൻ അറിയിക്കലാണ്. ബി അന്നഹു യുസമ്മ ഫസീഹൻ, അവനിക്ക് ഫസീഹ് എന്ന് പേര് പറയപ്പെടും. ഇദാ ഉജിദ ഫീഹി തിൽക്കൽ മലക്കത്തു, അവനിൽ ആ മലക്ക ഉണ്ടായാൽ. സവാഹു ഉജിദ തഅ്ബീറു ഉണ്ടാവട്ടെ, ഔലം യൂജദ് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതാണ്. അപ്പോൾ മഖ്സൂദിനെ തൊട്ട് ഇബാറത്തിടാൻ ഈ മലക്ക കൊണ്ട് കഴിഞ്ഞാൽ മതി. ഇബാറത്ത് അവനിൽ നിന്ന് ഉണ്ടാവണമെന്നില്ല. ബി ലഫ്ദിൻ ഫസീഹിൻ ഫസീഹായ ലഫ്ദ് കൊണ്ട് ഇബാറത്തിടാൻ സാധ്യമാവും. ബി കലാമിൻ ഫസീഹിൻ എന്ന് പറയാതെ ബി ലഫ്ദിൻ ഫസീഹിൻ എന്ന് പറഞ്ഞത് ലി യഉമ്മൽ മുഫ്രദ വൽ മുറക്കബ, മുഫ്രദിനെയും മുറക്കബിനെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലഫ്ദ് എന്ന് പറഞ്ഞതിൽ മുറക്കബും പെടും, ഗൈറു മുറക്കബും പെടും. അമ്മൽ മുറക്കബു ഫലാഹിറുൻ, അപ്പോൾ മുറക്കബ് ലാഹിറാണ്. കാരണം എന്താ? മുറക്കബ് ലാഹിറാകാൻ കാരണം ഫർദുകൾ ഒരുപാടുണ്ടാവും. മുഫ്രദ് ഒരു ഒറ്റ സൂറത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
കലാമിൻ ഫസീഹ് മഖ്സൂദിനെ തൊട്ട് ഫസീഹായ കലാം കൊണ്ട് ഇബാറത്തിട്ടെങ്കിലേ ബലീഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മുഫ്രദ് കൊണ്ടും ഇബാറത്തിടേണ്ടി വരുമല്ലോ. അതുകൊണ്ട് രണ്ടും ഉൾപ്പെടുത്തണം. ഈ കലാമിൻ ഫസീഹ് എന്ന് പറഞ്ഞാൽ ഫസീഹായ കലാം കൊണ്ട് ഇബാറത്തിടാൻ അവനിക്ക് സാധ്യമാകും എന്ന് പറഞ്ഞാൽ ഒരാൾ ബലീഗാകണമെങ്കിൽ ഫസീഹായ കലാമ് തന്നെ പറയണം. കലിമത്ത് പറഞ്ഞാൽ പോരാ എന്ന് കിട്ടും എന്നാണ് അതിൽ നിന്ന് ലഭിക്കുക. അങ്ങനെയല്ല, മുഫറദ് ഒരു ഫസീഹായ മുഫറദായ ലഫ്ദ് പറഞ്ഞാലും എന്ന് തന്നെയാണ് ഫസീഹായ ലഫ്ദ് കൊണ്ട് ഇബാറത്തിടാൻ ഈ മലക്ക് കൊണ്ട് കഴിയും. അമ്മൽ മുഫറദു, അപ്പോൾ മുഫറദ് ഫകമാ തഖൂലു, നീ പറയും പോലെയാണ്. ഇൻദത്തഇദാദി, എണ്ണിപ്പറയുന്ന സമയത്ത് ദാറ്, ഗുലാമ്, ജാരിയത്ത്, സൗബ്, ബിസാത്ത് ഇലാ ഗൈരി ദാലിക. കാരണം ഓരോന്നും എന്താണ് അവിടെ ഫസീഹാണ്. അപ്പോൾ മുഫറദും മുറക്കബും ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ബിലഫ്ദിൻ ഫസീഹിൻ എന്ന് പറഞ്ഞത്. ബികലാമിൻ ഫസീഹിൻ എന്ന് പറഞ്ഞാൽ ഫസീഹായ കലാമ് കൊണ്ട് ഇബാറത്തിടാൻ സാധിച്ചെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, ഇവനെ ഈ മുത്തക്കല്ലിമിനെ സംബന്ധിച്ച് ഫസീഹ് എന്ന് പറയുകയുള്ളൂ എന്ന് വരും. അത് ശരിയല്ല. ഒരു മുഫറദ് കൊണ്ട് ഇബാറത്തിട്ടാലും അവൻ ആര് തന്നെയാണ്? ഫസീഹ് തന്നെയാണ് എന്നാണ്. വൽ ബലാഗത്തു ഫിൽ കലാമി, കലാമിലുള്ള ബലാഗത്ത് മുത്താബഖത്തുഹു ലിമുഖ്തദൽ ഹാലി, ഈ കലാമ് ഹാലിന്റെ മുഖ്തദയോട് വക്കലാണ്, യോജിക്കലാണ്. മഅ ഫസാഹത്തിഹി, കലാമ് ഫസീഹാകലോടുകൂടെ. ഫസീഹായ കലാമ് മുഖ്തദൽ ഹാലിനോട് വക്കൽ, ഐ ഫസാഹത്തിൽ കലാമി, കലാമ് ഫസീഹാകലോടുകൂടെ. ഇപ്പൊ ഹാലിന്റെ മുഖ്തദയോട് ഒത്തുവരിക. മുത്തക്കല്ലിമിൽ നിന്നുണ്ടാകുന്ന ഈ കലാമ് സന്ദർഭത്തിന്റെ മുക്തതയോട് യോജിച്ചു വരണം. അപ്പോഴാണ് കലാമ് ബലീഗാവുകയുള്ളൂ. വൽ ഹാലു, ഹാല് എന്ന് പറഞ്ഞാൽ അൽ അംറു ദാഇ ലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇലാ ഐ യഅ്തബിറ, അല്ലെങ്കിൽ യുഅ്തബറ, ഇഅ്തിബാർ ചെയ്യലിലേക്ക്. ഈ മുത്തക്കല്ലിമ് ഇഅ്തിബാർ കണക്കിലെടുക്കലിലേക്ക് പ്രേരിപ്പിക്കുന്നൊരു കാര്യം. മഅൽ കലാമി അല്ലദീ യുഅദ്ദാ ബിഹി അസ്ലുൽ മുറാദ്, അസ്ലു മുറാദിനെ ഏതൊരു കലാമു കൊണ്ടാണോ വീട്ടപ്പെടുന്നത് ആ കലാമോട് ഒപ്പം ഇഅ്തിബാർ ചെയ്യപ്പെടലിലേക്ക്, അല്ലെങ്കിൽ ഇഅ്തിബാർ ചെയ്യലിലേക്ക് പ്രേരിപ്പിക്കുന്നൊരു കാര്യം. എന്തിനെ ഇഅ്തിബാർ ചെയ്യാ? ഖുസൂസിയ്യത്തമ്മ, അല്ലെങ്കിൽ ഖുസൂസിയ്യത്തുമ്മ. യുഅ്തബറു ഇലാ അൻ യുഅ്തബറ എന്ന് വായിക്കുമ്പോൾ ഖുസൂസിയ്യത്തുമ്മ, എന്തെങ്കിലും ഒരു പ്രത്യേകതയെ ഇഅ്തിബാർ ചെയ്യലിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യം. ഇതാണ് ഹാല് എന്ന് പറഞ്ഞാൽ. ഹാലിന്റെ തൈരീഫാണത്. വഹുവ, ആ ഖുസൂസിയ്യത്ത് മുഖ്തദൽ ഹാൽ, ഹാലിന്റെ മുഖ്തദയുമാണ്. മുത്തക്കല്ലിമ് സംസാരിക്കുമ്പോൾ അസ്ലു മുറാദിനെ വീട്ടുന്ന കലാമോടൊപ്പം എന്തെങ്കിലും ഒരു ഖുസൂസിയ്യത്തിനെ ഇഅ്തിബാർ ചെയ്യലിലേക്ക് പ്രേരിപ്പിക്കുന്നൊരു കാര്യം. ആ കാര്യമാണ് ഹാല്, ആ ഖുസൂസിയ്യത്താണ് മുഖ്തള. വഹുവ മുഖ്തദൽ ഹാൽ, ആ ഖുസൂസിയ്യത്ത് മുഖ്തദൽ ഹാലി, ഹാലിന്റെ മുഖ്തദയുമാണ്.
മസലൻ കൗലുൽ മുഖാത്തബി മുഖാത്തബ് ആവലാകുന്നത് മുങ്കിറല്ലിൽ ഹുക്കുമി ഹുക്കുമിനെ ഇൻകാറ് ചെയ്യുന്നവനാവൽ ഹാലുൻ അത് ഹാലാണ്. സെയ്ദ് കായിമാണ് എന്ന ഹുക്കുമിനെ മുഖാത്തബ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകാർ ചെയ്യുന്നുണ്ട്. അപ്പൊ മുഖാത്തബ് ഹുക്കുമിനെ ഇൻകാർ ചെയ്യുന്നവനാവൽ അതൊരു അറബാണത്. അത് ഹാലാണ്. യക്തലി ആ മുഖാത്തബ് മുങ്കിറാവല് തേടുന്നുണ്ട്. തൈക്കീദൽ ഹുക്കുമി ഹുക്കുമിനെ തൈക്കീദ് ചെയ്യലിനെ തേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹുക്കുമ് മുഅക്കദാവലിനെ തേടുന്നുണ്ട്. മുഅക്കിദായ വസ്തുക്കളെ കൊണ്ട് തൈക്കീദ് ചെയ്യപ്പെട്ടതാവലിനെ തേടുന്നുണ്ട്. നേരെ അർത്ഥം ഹുക്കുമിനെ തൈക്കീദ് ചെയ്യലിനെ തേടുന്നുണ്ട്. തൈക്കീദ് മുഖ്തദൽ ഹാലി. അപ്പൊ തൈക്കീദ് എന്തായി? ഹാലിന്റെ മുഖ്തദയായി. ഹാല് എന്താണ് ഇവിടെ ഉള്ളത്? മുഖാത്തബ് ഹുക്കുമിനെ ഇൻകാറ് ചെയ്യുന്നവനാവലാണ് ഇവിടുത്തെ ഹാല്. സന്ദർഭം അതാണ്. അതിനോട് യോജിച്ചതായൊരു കലാമാണ് ഹുക്കുമിനെ തൈക്കീദ് ചെയ്യൽ. അപ്പൊ തൈക്കീദുൽ ഹുക്കുമ് മുഖ്തദൽ ഹാലുമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്തദൽ ഹാലിനോട് ഒക്കുക എന്ന് പറഞ്ഞാൽ ഈ കലാമ് മുഖ്തദൽ ഹാലിനെ ഉൾക്കൊള്ളിച്ചതാവുക എന്നല്ലാതെ ഈ കലാമ് മുഖ്തദൽ ഹാലിന്റെ ജുസ്ഇ ആണ് എന്നല്ല. കാരണം തഅക്കീദ് ജുസ്ഇ ആകുകയാണെങ്കിൽ ഈ ജുസ്ഇന്റെ മേൽ മുഖ്തദൽ ഹാലിനെ ഹംല് ചെയ്യേണ്ടി വരും. തഅക്കീദ് എന്നത് ഹംലിന് പറ്റിയതല്ല. ഇന്ന സയ്യിദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ അത് തഅക്കീദാണെന്ന് പറയാൻ പറ്റൂല. അതേ സമയത്ത് തഅക്കീദിനെ ഉൾക്കൊള്ളിച്ച ഒരു കലാമാണ് ഏത്? ഇവൻ മുത്തക്കല്ലിമിൽ നിന്നുണ്ടായ കലാമ. അപ്പൊ സയ്യിദുൻ ഫിദ്ദാരി അല്ലെങ്കിൽ സയ്യിദ് കായിമാണ് എന്ന വിഷയത്തെ ഇൻകാറ് ചെയ്യുന്ന മുഖാത്തബ് ഇൻകാറ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന സയ്യിദല്ല കായിമുൻ എന്ന് പറഞ്ഞത്, ആ ഇന്ന സയ്യിദല്ല കായിമുൻ എന്ന് പറഞ്ഞ കലാമ് അതിനെ ആ കലാമിനെ തഅക്കീദ് ചെയ്യലിനെ സയ്യിദുൻ കായിമുൻ എന്ന കലാമിനെ തഅക്കീദ് ചെയ്യലിനെ ഇവിടെ ആവശ്യപ്പെട്ട കാര്യം എന്താണ്? മുഖാത്തബിന്റെ ഇൻകാറാണ്. ആ ഇൻകാറ് കാരണമായി മുത്തക്കല്ലിമിനെ ഈ സയ്യിദുൻ കായിമുൻ എന്ന കൗലിനെ തഅക്കീദ് ചെയ്യലിനെ പ്രേരിപ്പിച്ചു. എന്നിട്ട് ഇന്ന സയ്യിദൻ ലകായിമുൻ എന്ന് പറഞ്ഞു. വഖൗലുക ലഹു നിന്റെ കൗലി ലഹു ഈ മുഖാത്തബിനോട് നീ പറയൽ ഇന്ന സയ്യിദൻ ഫിദ്ദാരി എന്ന് പറയൽ മുഅക്കദൻ ബി ഇന്ന കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെട്ടതായ നിലയിൽ പറയൽ കലാമുൻ മുതാബിഖുൻ ലി മുഖ്തദൽ ഹാലി മുഖ്തദൽ ഹാലിനോട് യോജിച്ചതായ കലാമാവുന്നു. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന സയ്യിദൻ ഫിദ്ദാരി മുഖ്തദൽ ഹാലിനോട് യോജിച്ച കലാമാണെന്ന് പറഞ്ഞാൽ മുഖ്തദൽ ഹാല് ഉൾക്കൊണ്ട കലാമാണ് ഇന്ന സയ്യിദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത് എന്നല്ലാതെ ഇന്ന സയ്യിദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത് മുഖ്തദൽ ഹാലിന്റെ ഒരു ജുസ്ഇ ആണ് എന്നല്ല. ജുസ്ഇ ആണെങ്കിൽ ഈ ജുസ്ഇന്റെ മേലില് മുഖ്തദൽ ഹാലിനെ ഹംല് ചെയ്യേണ്ടി വരും. അത് ഇവിടെ പറ്റുകയില്ല. കാരണം ഇന്ന സയ്യിദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത് തഅക്കീദുൻ, മുഖ്തദൽ ഹാല് തഅക്കീദാണല്ലോ. അപ്പൊ മുഖ്തദൽ ഹാലിനോട് കലാം ഒക്കുക എന്ന് പറഞ്ഞാൽ നേരെ ലാഹിർ അർത്ഥം എന്താണ് അവിടെ വരേണ്ടത്? ഈ മുഖ്തദൽ ഹാലിന്റെ ഒരു ജുസ്ഇ ആവണം. ഇവിടെ മുഖ്തദൽ ഹാല് നാം പറഞ്ഞത് തഅക്കീദാകുമ്പോൾ തഅക്കീദിനെ ഇന്ന സയ്യിദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞ ആ ജുസ്ഇയായ കലാമ് തഅക്കീദാണ് എന്ന് പറയാൻ പറ്റുകയില്ല.
അപ്പൊ തഅ്കീദിനെ ഉൾക്കൊള്ളിച്ച കലാമാണ്. ആ അർത്ഥത്തിനാണ് മുഖ്തദൽ ഹാലിനോട് ഒക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ തെഹ്കീക്ക് അതല്ല. തെഹ്കീക്ക് ഇന്ന് പറയുന്നു തെഹ്കീക്കു ദാലിക, ഈ മുത്താബഖത്ത് മുഖ്തദൽ ഹാലിന്റെ തെഹ്കീക്ക് അന്നഹു ജുസ്ഇയ്യുൻ, ഇന്ന സൈദൻ ഫിദ്ദാരി എന്നുള്ളത് ജുസ്ഇയ്യുൻ മിൻ ജുസ്ഇയ്യാത്തി ദാലിക്കൽ കലാമില്ലദീ യഖ്തദീഹിൽ ഹാലു, ഹാല് തേടുന്ന ആ കലാമ്. ഹാലിപ്പ ഇൻകാറാണെങ്കിൽ മുഖാത്തബ് ഹുക്മിനെ ഇൻകാർ ചെയ്യുന്നവനാവലാണ് ഹാലെങ്കിൽ ആ ഹാല് തേടുന്ന കാര്യം എന്താ? കലാമിനെ തഅ്കീദ് ചെയ്യപ്പെട്ടു കൊണ്ടുവരൽ, കലാമ് മുഅക്കദാകൽ. അപ്പോ ഹാല് തേടുന്ന കലാമിന്റെ ജുസ്ഇയ്യാത്തിൽപ്പെട്ട ഒരു ജുസ്ഇയ്യാണ് എന്ത്? ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത്. ഫഇന്നൽ ഇൻകാറ, ഇൻകാറ് മസലൻ യഖ്തദി കലാമൻ മുഅക്കദൻ, അത് യഥാർത്ഥത്തിൽ തഅ്കീദിനെ തേടുമെന്ന് ആദ്യം പറഞ്ഞ ആ അടിസ്ഥാനത്തിൽ തഅ്കീദ് മുഖ്തദൽ ഹാലായി. അതേസമയത്ത് ഇൻകാറ് ഒരു മുഅക്കദായ കലാമിനെയാണ് തേടുന്നത്. തഅ്കീദിനെ തേടുന്നുവെന്ന് പറഞ്ഞാൽ കലാമിനെ, മുഅക്കദായ കലാമിനെ തേടുന്നു എന്നർത്ഥം. അപ്പൊ മുഅക്കദായ കലാമ് എന്നുള്ളത് ഒരു കുല്ലിയായ ഒരു കാര്യമാണ്. ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞതോ ആ കുല്ലിയിന്റെ ജുസ്ഇയ്യാത്തിൽപ്പെട്ട ഒരു ജുസ്ഇയ്യുമാണ്. അതാണ് പറഞ്ഞത്. ഫഇന്നൽ ഇൻകാറ മസലൻ യഖ്തദി കലാമൻ മുഅക്കദൻ, ഒരു മുഅക്കദായ കലാമിനെ തേടുന്നു. വഹാദ, ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞ ഈ മുത്തക്കല്ലിമിൽ നിന്ന് ഉത്ഭവിച്ച ഈ കലാമ് മുത്താബിക്കുല്ലഹു, ഈ മുഅക്കദായ കലാമിനോട് യോജിച്ചതാണ്, അങ്ങോട്ട് യോജിച്ചതാണ്. അപ്പോൾ ഈ ജുസ്ഇയ്യ് മുത്താബിക്കായി, മുഖ്തദൽ ഹാല് മുത്താബക്കുമായി. ബിമാന അന്നഹു സാദിഖുൻ അലൈഹി, ബിമാന അന്നഹു ഈ കുല്ലിയായ മുഅക്കദായ കലാമ് സാദിഖുൻ അലൈഹി, ഈ ജുസ്ഇയ്യായ കലാമിന്റെ മേൽ സാദിഖാണ്. അതായത് ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത് കലാമുൻ മുഅക്കദുൻ, മുഅക്കദായ കലാമാണ് എന്നർത്ഥം. അതാണ് തഹ്കീക്ക്. തഹ്കീക്ക് പ്രകാരം മുഖ്തദൽ ഹാലിനോട് ഒത്തതായ കലാമ് ഒരു ജുസ്ഇയ്യും മുഖ്തദൽ ഹാല് ഒരു കുല്ലിയുമാണ്. അതായത് മുഖ്തദൽ ഹാല് എന്ന് പറഞ്ഞാൽ അത് പലതുമാവാം. ഇവിടെ ഹാല് ഇൻകാറാണെങ്കിൽ മുഖ്തദൽ ഹാല് എന്താവും? ഒരു മുഅക്കദായ കലാമിനെ തേടും. അവ മുഅക്കദായ കലാമാണ് എന്തവിടെ? മുഖ്തദ. അപ്പൊ കലാമു മുഅക്കദാവൽ എന്ന് പറഞ്ഞതൊരു കുല്ലിയും, ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന് പറഞ്ഞത് മുഅക്കദായ കലാമുകളിൽപ്പെട്ട ഒരു കലാമും. അപ്പോൾ മുത്തക്കല്ലിമിൽ നിന്ന് ഉണ്ടായതായ കലാമ് മുഖ്തദൽ ഹാലിന്റെ ഒരു ജുസ്ഇയ്യാണ്. വഹാദാ മുത്താബിക്കുൻ ലഹു ബിമഅന അന്നഹു, ഈ മുഅക്കദായ കലാമ്, അതായത് മുഖ്തദൽ ഹാല് സാദിഖുൻ അലൈഹി, ഈ ജുസ്ഇയ്യായ കലാമിന്റെ മേൽ സാദിഖാണ്. അല അക്സിമാ യുഖാലു, സാധാരണ പറയുന്നതിനെതിരായിട്ട്. എന്താ സാധാരണ പറയല്? അന്നൽ കുല്ലിയ മുത്താബിക്കുല്ലിൽ ജുസ്ഇയ്യാത്തി, കുല്ലിയ് ജുസ്ഇയ്യാത്തിനോട് അങ്ങോട്ട് വക്കലാണ് എന്ന് പറഞ്ഞാൽ ജുസ്ഇയ്യിന്റെ മേൽ കുല്ലിയ് വന്നുകൂടും. സെയ്ദിന്റെ മേൽ ഇൻസാനിയത്ത് എന്ന് പറയാൻ പറ്റും. അപ്പൊ സെയ്ദ് ഇൻസാനാണ് എന്നാണ് സാധാരണ പറയല്. അതിനെതിരായിട്ടാണ് ഇവിടെ മുസന്നിഫിന്റെ ഇബാറത്തിൽ നിന്ന് കിട്ടുക. കാരണം മുത്താബഖത്തുഹു ലിമുഖ്തദൽ ഹാലി വൽ ബലാഗത്തു ഫിൽ കലാമി, കലാമിലുള്ള ബലാഗത്ത് മുത്താബഖത്തുഹു ലിമുഖ്തദൽ ഹാലി, മുഖ്തദൽ ഹാലിനോട് ഒക്കലാണ്. അവ കലാമ് എന്തായി?
കൊണ്ടുവന്ന കലാമ് മുത്താബിക്കും മുക്തദൽ ഹാല് മുത്താബക്കും ജുസ്ഇയ്യ് കുല്ലിയിനോട് വക്കലാണ് എന്നാണ് മുസന്നിഫിന്റെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജുസ്ഇയ്യ് കുല്ലിയിനോട് യോജിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കുല്ലിയിനെ ജുസ്ഇന്റെ മേൽ ഹംല് ചെയ്യാൻ പറ്റും. ഇന്ന സൈദൻ ഫിദ്ദാരി എന്ന ആ ജുസ്ഇയായ കലാമ് മുഅക്കദായ കലാമിനോട് യോജിച്ചതാണ്, അത് മുഅക്കദായ കലാമാണ് എന്ന് ഹംല് ചെയ്യാൻ പറ്റും. ഇത് അനാഅക്സിമായുക്കാലു സാധാരണ പറയപ്പെടുന്നതിനെതിരായിട്ട്, എന്താ സാധാരണ പറയല് കുല്ലിയ്യ് ജുസ്ഇയ്യിനോട് വക്കലാണ്. കുല്ലിയ്യ് ജുസ്ഇയ്യിനോട് വക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജുസ്ഇയ്യിന്റെ മേൽ കുല്ലിയ്യ് എന്താവും, സാധിക്കാവും എന്ന് തന്നെ. അതായത് സെയ്ദ് ഇൻസാനാണ്. അതിന് എതിരായിട്ടാണ് ഇവിടെ മുസന്നിഫിന്റെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ജുസ്ഇയ്യ് കുല്ലിയിനോടൊക്കലാണ്. വഇൻ അറത്ത തഹ്ഖീഖ ഹാദൽ കലാമി, ഈ കലാമിനെ തഹ്ഖീഖാക്കാൻ ഉദ്ദേശിച്ചാൽ ഫർജി ഇലാ മാ ദക്കർനാ ഫി ശറഹി ഫീ തഅരീഫ് ഇൽമുൽ മആനി, ഇൽമുൽ മആനിന്റെ തഅരീഫിൽ ശറഹിൽ നമ്മൾ പറഞ്ഞതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോട്ടം നീ നോക്കിക്കോ, എന്നാൽ അവിടെ ശരിക്ക് വ്യക്തമാകുന്നതാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.